ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന ഒരു സ്നാക്ക് ഐറ്റമാണ്. ഇഫ്താർ സമയത്തൊക്കെ കഴിക്കാൻ പറ്റിയ ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്കാണിത്. ഇതുണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഞാനിവിടെ ഒരു 200 ഗ്രാം മീൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നന്നായിട്ട് കഴുകിയെടുത്ത് വെച്ചിരിക്കുകയാണ്. ഇതിനി ഒന്ന് മസാലയൊക്കെ ഒന്ന് പുരട്ടി ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടി ഇതിലോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് ഞാൻ എരിവിന് ആവശ്യത്തിന് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും ഒരല്പം മഞ്ഞൾപ്പൊടിയും പിന്നെ ഒരു ടീസ്പൂണോളം ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് പുരട്ടിയെടുക്കണം. എന്നിട്ട് ഒരു അരമണിക്കൂർ വെച്ചതിന് ശേഷം ഇത് പൊരിച്ചെടുക്കാം. മീനൊക്കെ ഇപ്പോൾ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് പാത്രത്തിൽ നിന്ന് മാറ്റാം. ഒരുപാട് മൂപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്താലും മതി. അതിനുശേഷം ഇതേ എണ്ണയിൽ തന്നെയാണ് ഇതിനു വേണ്ടിയുള്ള മസാല വഴറ്റിയെടുക്കാൻ പോകുന്നു. മസാലയ്ക്ക് വേണ്ടി ഞാനിവിടെ ഒരു സവാളയാണ് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിരിക്കുന്നത്. അതും 2-3 പച്ചമുളകും കൂടിയാണ് എണ്ണയിലോട്ട് ഇട്ട് കൊടുത്തിരിക്കുന്നത്. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇതിലോട്ട് ഇനി കുറച്ച് കറിവേപ്പിലയും അതുപോലെ തന്നെ മസാലയ്ക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു ടേബിൾ സ്പൂണോളം ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ സവാളയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാൻ പോകുന്ന ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയാണ്. ഇത്രയും ചേർത്തതിന് ശേഷം തീ കുറച്ച് വെച്ചിട്ട് ഈ മസാല നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് മീനാണ്. മസാല ചേർത്ത് വേവിച്ച് മുള്ളൊക്കെ മാറ്റി പൊടിച്ച് വെച്ചിട്ടുണ്ട്. അതിനി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഈ മസാലയിൽ ചേർക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു പിടി തേങ്ങ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ചീരകം കൂടെ ചേർത്ത് കൊടുക്കാം. ഇത്രയും ചേർത്തിട്ട് ഇതൊന്ന് പൊടിച്ചെടുത്തുകൊണ്ട് വരാം. അതും കൂടെ മസാലയിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ പൊടിച്ചെടുത്ത തേങ്ങ ഈ മസാലയിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഗ്യാസ് ഓഫ് ആക്കാവുന്നതാണ്. ഇനി പത്തിരിക്ക് വേണ്ടിയുള്ള ബാറ്റർ ഒന്ന് തയ്യാറാക്കിയെടുക്കാം. ബാറ്റർ ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ 1 കപ്പ് ജീരകശാല അരി ഒരു 5-6 മണിക്കൂർ നേരത്തേക്ക് കുതിർക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ വെള്ളമെല്ലാം കളഞ്ഞിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അരച്ചെടുക്കാൻ നേരം അതിൽ തേങ്ങയൊക്കെ ചേർത്താണ് അരച്ചെടുക്കുന്നത്. ജീരകശാല അരിയാണ് ഏറ്റവും നല്ലത് ഇതുണ്ടാക്കാൻ. ജീരകശാല അരി ഉപയോഗിക്കുമ്പോൾ ഈ പത്തിരിക്ക് നല്ല സോഫ്റ്റ്നെസ് കിട്ടും. ഇനി ഇതൊന്ന് അരച്ചെടുക്കാം. ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് 1/2 കപ്പ് തേങ്ങയാണ്. പിന്നെ ഇതിലോട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ചീരകവും ഒരു 2-3 അല്ലി ചെറിയുള്ളിയും കൂടിയാണ്. അതും കൂടി ചേർത്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പും വെള്ളവും ചേർത്ത് ഇത് നന്നായിട്ട് അരച്ചെടുക്കണം. നന്നായിട്ട് അരച്ചെടുത്താൽ മാത്രമേ ഉള്ളൂ ഈ പത്തിരിക്ക് സോഫ്റ്റ്നെസ് കിട്ടത്തുള്ളൂ. ഇപ്പോൾ ഈ പത്തിരിക്ക് വേണ്ടിയുള്ള ബാറ്റർ റെഡി ആയിട്ടുണ്ട്. അതുപോലെ മസാല ഇപ്പോൾ ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ആവിയിലൊന്ന് വേവിച്ചെടുക്കണം. ഞാനിവിടെ ഇതുപോലുള്ളൊരു മോൾഡിലൊഴിച്ചാണ് ഈ പത്തിരി വേവിച്ചെടുക്കുന്നത്. ഇതിന് പകരം ഇഡലിത്തട്ടിൽ നമുക്കിത് റെഡിയാക്കി എടുക്കാവുന്നതാണ്. ഇതൊരു ഭംഗിക്ക് വേണ്ടിയാണ് ഞാനിപ്പം ഈ മോൾഡ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലോട്ട് ആ ബാറ്റർ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഈ സിലിക്കോണിൻ്റെ മോൾഡ് ആയതുകൊണ്ട് അങ്ങനെ എണ്ണമയം ഒന്നും തടവേണ്ട ആവശ്യമില്ല. നമ്മളിപ്പോൾ ഇഡലിത്തട്ടിലാണെങ്കിൽ എണ്ണമയം തടവിന് ശേഷം മാത്രമേ ഉള്ളൂ അതിലോട്ട് ബാറ്റർ ഒഴിച്ചു കൊടുക്കാവുള്ളൂ. ഇതിനി ഒരു 5 മിനിറ്റ് നേരത്തേക്ക് ഒന്ന് അടച്ചു വെക്കാം. ഇനിയിപ്പോൾ ഇതിൻ്റെ മുകളിലോട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലോട്ട് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഇനി പാത്രം അടച്ച് വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇതുപോലെ മോൾഡിൽ ഒഴിച്ചു വെക്കുന്നതിന് പകരം വേണമെങ്കിൽ നമുക്കിത് ഒരു വട്ടപാത്രത്തിൽ അല്പം നെയ്യ് തടവിയിട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ ലെയറുകളായിട്ട് ഇത് ചെയ്യാവുന്നതാണ്.
ഒരു ലെയർ മാവ് ഒഴിച്ച് അതിൻ്റെ മുകളിൽ മസാല വെച്ച് വീണ്ടും ലെയർ ഒഴിച്ച് അങ്ങനെ അടുക്ക് പത്തിരിയായിട്ട് നമുക്കിത് ചെയ്തെടുക്കാവുന്നതാണ്. ഇതിപ്പം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി തണുത്ത് കഴിഞ്ഞതിന് ശേഷം നമുക്കിത് ഈ മോൾഡിൽ നിന്ന് മാറ്റാം. അങ്ങനെ നമ്മുടെ ഇഫ്താർ സ്പെഷ്യൽ പൂപ്പത്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്, അതുപോലെ നല്ല ഭംഗിയല്ലേ ഇത് കാണാനും. ഇതുപോലെ മോൾഡില്ലെങ്കിലും കുഴപ്പമില്ല, ഇഡലി പാത്രത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഇതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കണം. നല്ല ഹെൽത്തി ആയിട്ടുള്ള സ്നാക്കാണിത്. നോമ്പുതുറ സമയത്തൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഇതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ഹന്നാസ് റെസിപ്പീസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. വീണ്ടും അടിപൊളിയായിട്ടുള്ള നല്ലൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ഹന്നാസ് റെസിപ്പീസ്.